നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സൈക്കിളിൽ മോതിരങ്ങളും തകിടുകളും വിറ്റ് നടന്ന ചാങ്കൂർ ബാബയ്ക്ക് ഇന്ന് 40 അക്കൗണ്ടുകളിൽ 106 കോടി സ്വത്തുക്കൾ ധാരാളം വേറെയും. മതപരിവർത്തന റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരനായ ജമാലുദ്ദീൻ എന്ന ചാങ്കൂർ ബാബയുടെ സാമ്പത്തിക സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സൈക്കിളിൽ മോതിരങ്ങളും തകിടുകളും വിറ്റ് നടന്ന ഇയാൾക്ക് നിലവിൽ 40 ബാങ്ക് അക്കൗണ്ടുകളിലായി 106 കോടി രൂപയുടെ സമ്പാദ്യവും കോടികളുടെ മറ്റ് സ്വത്തുക്കളും ഉണ്ടെന്ന് കണ്ടെത്തൽ. ഈ പണമെല്ലാം പ്രധാനമായും മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം. ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിൽ അടുത്തിടെ കണ്ടെത്തിയ മതപരിവർത്തന റാക്കറ്റുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച ലക്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ചാങ്കൂർ ബാബയെയും ഇയാളുടെ അടുത്ത സഹായിയായ നീതു എന്ന നസ്രീനെയും അറസ്റ്റ് ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ പ്രധാന മതപരിവർത്തന റാക്കറ്റിന്റെ സൂത്രധാരനായ ജമാലുദ്ദീൻ എന്ന ചാക്കൂർ ബാബയ്ക്കെതിരെ പോലീസ് നടപടികൾ ശക്തമാക്കുകയാണ്. ഇതിനിടെ ഇയാളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പുതിയ വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നു. ബൽറാംപൂരിലെ ഇയാളുടെ 70 മുറികളുള്ള കൂറ്റൻ മാളികയാണ് ഇതിൽ പ്രധാനം. ഇവിടമായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമെന്ന് പോലീസ് പറയുന്നു. ആഡംബരപൂർണമായ ടൈലുകളും ഇറക്കുമതി ചെയ്ത മാർബിളും 15x15 അടി വിസ്തീർണമുള്ള ആധുനിക അടുക്കള, വില കൂടിയ മൃദുവായ സോഫ, ഇറക്കുമതി ചെയ്ത ഫർണിച്ചറുകൾ, 10 CCTV ക്യാമറകൾ, 500 മീറ്റർ നീളമുള്ള ഒരു സ്വകാര്യ ഡ്രൈവ്വേ, അതിക്രമിച്ചു കടക്കുന്നത് തടയാൻ വൈദ്യുതീകരിച്ച ചുറ്റുമതിലുള്ള ഒരു കെട്ടിടം എന്നിവയെല്ലാമുള്ള മാളികയ്ക്കുള്ളിലെ ആഡംബരം പ്രകടമായി തന്നെ കണ്ടറിയാൻ കഴിയും. ഉത്രൗള പോലീസ് സ്റ്റേഷനിൽ പരിധിയിലുള്ള മധുപൂർ ഗ്രാമത്തിൽ കൂട്ട മതപരിവർത്തനത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന് ആരോപിക്കപ്പെടുന്ന ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബ, അല്ലെങ്കിൽ ജങ്കൂർ ബാബ എന്നും അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ അനധികൃതമായ വിശാലമായ മാളിക അധികൃതർ 9 ബുൾഡോസറുകൾ ഉപയോഗിച്ച് മാളിക ഇപ്പോൾ പൊളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ശക്തമായ ഘടന കാരണം പൊളിക്കൽ നിരവധി മണിക്കൂറുകൾ എടുത്തു. 2-3 ദിവസം കൂടി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേസിലെ സഹപ്രതിയായ നീതു റോഹ്റ എന്ന നസീറിന്റെ പേരിൽ നിർമ്മിച്ച 20 മുറികളും 40 അടി നീളമുള്ള ഒരു ഹാളും മാത്രമാണ് ഇതുവരെ പൊളിക്കാൻ സാധിച്ചത്. ബുധനാഴ്ചയും ഇത് തുടർന്നു. മാളികയുടെ 40 മുറികൾ അടങ്ങിയ ഭാഗം നിയമവിരുദ്ധമാണെന്നാണ് ഭരണകൂടം അറിയിക്കുന്നത്. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് പറയുന്നതനുസരിച്ച് ഈ കെട്ടിടം ചാക്കൂർ ബാബയുടെ കാമുകി നീതു എന്ന നസ്രീനിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ റാക്കറ്റിൽ നസ്രീൻ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. 3 ബിഘ ഭൂമിയിൽ നിർമ്മിച്ച കൊട്ടാര സമാനമായ വസതി അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. മാളികയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ മെയ് 17-ന് നോട്ടീസ് നൽകിയിരുന്നു. കൂട്ട മതപരിവർത്തന കേസിൽ കൂട്ടുപ്രതിയും ഒളിവിൽ പോയതുമായ ജമാലുദ്ദീന്റെ കൂട്ടാളിയുമായ നീതു എന്ന നസ്രീനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രാഥമിക FIR-ൽ ബൽറാംപൂരിൽ 40 പേരുടെ നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് ഇരുവർക്കുമെതിരെ കുറ്റം ചുമത്തിയിരുന്നു. എണ്ണം വളരെ കൂടുതലാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ബൽറാംപൂരിലെ ഒരു മധ്യവർഗ സിന്ധി കുടുംബത്തിൽ നിന്നുള്ള നീതു 7ാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. 2015-ൽ ഭർത്താവ് നവീൻ ഘനശ്യാം റോഹ്റയോടൊപ്പം ദുബായിലേക്ക് പോയി. അവിടെ വെച്ച് ഇരുവരും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് പോലീസ് നൽകുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതോടെ നീതു നസ്രീൻ എന്ന പേരും നവീൻ ജലാലുദ്ദീൻ എന്ന പേരും സ്വീകരിച്ചു. 2021-ൽ നവീൻ ഘനശ്യാമിന്റെ മുഴുവൻ കുടുംബവും ഇസ്ലാം മതം സ്വീകരിച്ചു. നീതു പിന്നീട് ചാക്കൂർ ബാബയുടെ വിശ്വസ്ത സഹായിയായി മാറുകയും മതപരിവർത്തന ശൃംഖലയിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തും ചാങ്കൂർ ബാബയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളെക്കുറിച്ച് പ്രചരിപ്പിച്ചും ഇവർ മതപരിവർത്തന നീക്കങ്ങൾ സജീവമാക്കി. മതം മാറിയതിനു ശേഷമുള്ള തൻ്റെ സ്വന്തം മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചായിരുന്നു ഇവർ ആളുകളെ സമീപിച്ചിരുന്നത്. സാമ്പത്തിക സഹായവും ചികിത്സാ സഹായവും വാഗ്ദാനം ചെയ്ത് കുടുംബങ്ങളെ ഇവർ വശീകരിച്ചു. വിശ്വാസത്തിൽ എത്തിച്ച ശേഷം ചാക്കൂർ ബാബയ്ക്ക് പരിചയപ്പെടുത്തുകയും മതപരിവർത്തനത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്തു. നീതുവിന്റെ ഭർത്താവ് റോഹ്റയും ഈ പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്നു. ഇയാൾ പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങൾക്ക് വായ്പ വാഗ്ദാനം ചെയ്യുകയും പിന്നീട് കടക്കെണിയിൽ അകപ്പെട്ടവരെ മതം മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. 2014-നും 2019-നും ഇടയിൽ നീതുവും റോഹ്റയും 19 തവണ UAE സന്ദർശിച്ചിരുന്നതായും ATS കണ്ടെത്തി. ഇവരുടെ വിദേശത്തുള്ള മതപരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ചാങ്കൂർ ബാബ ബൽറാംപൂരിലെ ടെഹ്റ മാഫി ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്.
അവിടെ നീതുവും നവീനും താമസിച്ചിരുന്നു. ഇവരുടെ വസ്ത്രധാരണവും ജീവിതശൈലിയും കണ്ടപ്പോൾ ഇവരുടെ സിന്ധി പശ്ചാത്തലമൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 70 ദിവസമായി ചാങ്കൂർ ബാബയും നീതുവും ലക്നൌവിലെ വികാസ് നഗറിലുള്ള സ്റ്റാർ റൂംസ് ഹോട്ടലിലെ 102-ാം നമ്പർ മുറിയിൽ ഒരുമിച്ചാണ് താമസിച്ചിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇരുവരെയും UP ATS ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജമാലുദ്ദീനെതിരായ അന്വേഷണം ശക്തമാക്കവെയാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത്. പാവപ്പെട്ടവരും നിസ്സഹായരുമായ തൊഴിലാളികളെയും ദുർബല വിഭാഗങ്ങളെയും വിധവകളെയും സാമ്പത്തിക സഹായങ്ങളും വിവാഹ വാഗ്ദാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ മതപരിവർത്തനം നടത്തുന്നതായിരുന്നു ഇവരുടെ രീതി. സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ ബന്ധങ്ങളുണ്ടോ എന്നും UP ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷിച്ചു വരുന്നു. സംഘത്തിനെതിരെ കേസെടുത്ത UP സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കേസ് അന്വേഷിക്കുന്നുണ്ട്. ബൽറാംപൂരിൽ ഈ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റ് അംഗങ്ങളെക്കുറിച്ചും പ്രാദേശിക അന്വേഷണം നടക്കുകയാണ്. ഈ 3 ഏജൻസികൾക്ക് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചാക്കൂർ ബാബ എന്ന പീർ ബാബയുടെ വരുമാനം കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജമാലുദ്ദീന്റെ വരുമാനത്തിലുണ്ടായ പെട്ടെന്നുള്ള വർധനവാണ് ചൊവ്വാഴ്ച ലക്നൌവിലെ ED യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്ത കേസിന് ആധാരം. ആരാണ് ഈ പണം അയച്ചതെന്നും എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിച്ചതെന്നും ഏജൻസി അന്വേഷിക്കുന്നു. സൈക്കിളിൽ മോതിരങ്ങളും തകിടുകളും വിറ്റു നടന്ന ചാക്കൂർ ബാബ പിന്നീട് ഗ്രാമത്തലവനായി മാറി. ഉത്തർപ്രദേശിലെ റെഹ്റ മാഫി ഗ്രാമത്തിൽ നിന്നുള്ള ചാക്കൂർ ബാബയുടെ സാമ്രാജ്യം നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ള ബൽറാംപൂർ ജില്ലയിലെ ഉത്തർവല്ല മേഖലയിലാണ്. താൻ ഇപ്പോഴത്തെ സഹായിയായ നീതുവിനെ കണ്ടുമുട്ടിയ ശേഷം റെഹ്റ മാഫി ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള മധുപൂരിലെ ഒരു ദർഗയ്ക്ക് സമീപം ഇയാൾ ഒരു കെട്ടിടം നിർമ്മിച്ച് അങ്ങോട്ട് മാറി. എന്നാൽ കേസിന് പിന്നാലെ നടന്ന സർക്കാർ അന്വേഷണത്തിൽ ഈ കെട്ടിടം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അധികാരികൾ സർക്കാർ ഭൂമിയിലെ നിയമവിരുദ്ധ നിർമ്മാണം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്താൻ ശ്രമിക്കുകയാണ്. ബൽറാംപൂരിലെ കെട്ടിടത്തിന് പുറമെ ചാക്കൂർ ബാബയ്ക്ക് മറ്റു പല സ്ഥലങ്ങളിലും സ്വത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്ന് മഹാരാഷ്ട്രയിലെ ലോണാവാലയിലാണ്. 2023 ഓഗസ്റ്റ് 2-ന് ചാക്കൂർ ബാബയുടെയും അടുത്തിടെ അറസ്റ്റിലായ നവീന്റെയും പേരിൽ വാങ്ങിയതാണ്. രേഖകൾ പ്രകാരം ഈ ഭൂമിയുടെ വില 16.49 കോടി രൂപയാണ്. മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന വ്യക്തിയാണ് ഭൂമി വിറ്റത്. അഹമ്മദ് ഖാനും ഇപ്പോൾ അന്വേഷണത്തിലാണ്. ഇയാൾ ചാങ്കൂർ ബാബയ്ക്ക് പണം അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ അഹമ്മദ് ഖാൻ തന്നെയാണോ ജമാലുദ്ദീന് ഭൂമി വിറ്റ വ്യക്തി എന്നും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ചാങ്കൂറിനെ അനധികൃത പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്ന സർക്കാർ സംവിധാനത്തിലെ ഏജന്റുമാർ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവരും സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ഇയാൾ എത്ര പേരെ മതപരിവർത്തനം ചെയ്തു, ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചോ എന്നും ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. പ്രതിയായ ജമാലുദ്ദീന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാത്രമല്ല രാജ്യത്തിനും എതിരാണെന്ന് പ്രാരംഭ അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നാണ് സംസ്ഥാനത്ത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി പ്രതികളുടെയും സംഘവുമായി ബന്ധപ്പെട്ട മറ്റു കുറ്റവാളികളുടെയും സ്വത്തുകൾ കണ്ടുകെട്ടുകയും അവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.